പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പന്തക്കുസ്ത തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിനം ഇതാ. പന്തക്കുസ്ത തിരുനാളിൻ്റെ തലേ ദിനത്തിൽ കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനം, വലിയൊരു ഉറപ്പ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. വലിയൊരു അഭിഷേകമല്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കും. ഇതേ നാളെ പന്തക്കുസ്തയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോ പറയുക, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം ശക്തി പ്രാപിക്കും, അഭിഷേകമുള്ളതായി തീരും. എല്ലാ തിന്മകളിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിച്ച് പരിശുദ്ധാത്മാവ് ഒരു പുതുജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മളിലുള്ള ഭയവും പേടിയും ആകുലതയും ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും ഇതെല്ലാം എടുത്തു മാറ്റി പ്രത്യാശ നൽകി, ധൈര്യം നൽകി, ആത്മസന്തോഷം നൽകി പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. കാരണമുണ്ടല്ലോ, ഇത് ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യമാണ്. ലാസ്റ്റ് വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 9-ാം വചനം, അപ്പോസ്തല പ്രവർത്തനം 1:9. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഏത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ജെറുസലേമിലും യൂദയായിലും സമരിയ മുഴുവനിലും ഒരു ആത്മീയ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ജീവിതത്തിന്, ദൈവത്തിൻ്റെ സ്വർഗീയ സന്ദേശത്തിന് സാക്ഷികളാകുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ വലിയൊരു അഭിഷേകം നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടെയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. അത് ഏറ്റവും കൃപയാർന്ന വിധത്തിൽ നിർവഹിക്കുവാൻ ഈശോയെ, ആത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും, ഞാൻ പ്രാർത്ഥിക്കേണ്ടവരും പ്രാർത്ഥിക്കുന്നവരും, ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരും, ഈ ലോകം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പുതുശക്തി പ്രാപിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ. ദിവികാരുണ്യ ഈശോയെ, ഈ ഒരു വലിയ അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ